ഫ്രണ്ട്സ്, അദ്വൈതം ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് തേനീച്ച പെട്ടിക്ക് എങ്ങനെ സൂപ്പർ വെക്കുന്നതെന്ന്. ഈ പെട്ടിക്കാണ് നമുക്ക് സൂപ്പർ വെക്കേണ്ടത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തിലാണ് സൂപ്പർ കെട്ടി കൊടുക്കേണ്ടത്. അതായത് തേൻ സീസൺ തുടങ്ങുന്ന മുമ്പ്. റബ്ബർ മരത്തിൻ്റെ പൂവിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ട് തേൻ കിട്ടുന്നത്. ഈ അടയിൽ കുറച്ച് തേനുണ്ട്, നമുക്കത് എടുക്കാം. ഇനി തേനീച്ച പോലും അറിയാതെ നമുക്ക് പതുക്കെ ഇത് അട മുറിച്ചെടുക്കാം. ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. റൂട്ട് ചേമ്പറിലുള്ള ഒരു പഴയ അട സെലക്ട് ചെയ്യുക. സ്മോക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേനീച്ച മാറിക്കിട്ടും. തേനീച്ചൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് നിൽക്കണം. ഷർട്ടിൽ ഇൻസൈഡ് ചെയ്ത്, അല്ലെങ്കിൽ തേനീച്ച എവിടെല്ലാം കയറുന്ന എവിടെല്ലാം കുത്തുന്ന നമുക്കറിയാൻ പറ്റില്ല. അടയിൽ റാണിയില്ലെന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ നമ്മൾ കുടയുന്ന സമയത്ത് റാണിക്ക് പരിക്ക് പറ്റും. ഇതുപോലെ ശക്തിക്ക് കൊടുന്നാൽ ഈച്ച മാറിക്കിട്ടും. ഇതാണ് സൂപ്പർ ചേമ്പറിലെ ഫ്രെയിം. ഇതിന്റെ താഴ്ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഇടുക. സൂപ്പർ ചേമ്പറിൽ 5 ഫ്രെയിമുകളാണ് ഉണ്ടാവുക. ഈ 5 ഫ്രെയിമുകളുടെ അടിഭാഗത്ത് റബ്ബർ ബാൻഡ് ഇട്ടുകൊടുക്കുക. തേനീച്ച പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് വേഗം മനസ്സിലാവും. അങ്ങനെ 5 ഫ്രെയിമുകൾക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞു. നമ്മൾ നേരത്തെ എടുത്ത ബ്രൂഡ് ചേമ്പറിന്റെ അടയാണിത്. അതിനെ ഫ്രെയിമിൽ നിന്ന് നീക്കം ചെയ്യുക. ഈ അടയെ 5 ആയിട്ട് കട്ട് ചെയ്യുക. ഇതിൽ കുറെ ആണീച്ചകളാവുന്ന മുട്ടകളുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് നശിപ്പിക്കാം. അട വലുപ്പത്തിൽ മുറിക്കുന്നത് നല്ലതാണ്, തേനീച്ചകളുടെ പണി ഒഴിയും. മോൾ ഭാഗത്ത് കുറച്ച് തേനുണ്ട്, നമുക്ക് അത് എടുക്കാം. അങ്ങനെ നമ്മൾ അടയെ 5 പീസുകളാക്കി. ഇനി ഓരോ അട എടുത്ത് നേരത്തെ സെറ്റ് ചെയ്ത ഫ്രെയിമിൻ്റെ അകത്ത് ഇട്ടുകൊടുക്കുക. 2 പേരുണ്ടെങ്കിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ സൂപ്പറിൽ ചെറിയ അടയാണ് വെച്ചെടുക്കുന്നത്.
ഇതുപോലെ എല്ലാ അടകളും സെറ്റ് ചെയ്ത് ഫ്രെയിമിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു തേനീച്ച തുടങ്ങി, അതിനെ നമുക്ക് രക്ഷിക്കാം. നമ്മൾ ഈ ഫ്രെയിമുകൾ സൂപ്പർ ചേംബറിൽ വെച്ച് കഴിയുമ്പോൾ തേനീച്ച അടയുണ്ടാക്കി ബാക്കി ഭാഗം നിറച്ചുകൊള്ളും. പിന്നീട് തേൻ സീസൺ ആകുമ്പോൾ അവർ തേൻ ഇവിടെ നിറച്ചോടും. നമുക്ക് തേൻ എടുക്കാനായി സൂപ്പർ ചേംബറിലെ ഫ്രെയിം മാത്രം എടുത്താൽ മതി. തേൻ മെഷീൻ കൊണ്ട് എടുക്കുന്നതിനാൽ പിന്നീട് തേനീച്ചകൾക്ക് ഈ അടകൾ ഉപയോഗിക്കാൻ പറ്റും. തേൻ സീസണായി കഴിഞ്ഞാൽ തേനെടുക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. അങ്ങനെ 5 ഫ്രെയിമുകൾ റെഡിയായി. ഇനി നമുക്കിത് തേനീച്ചപ്പെട്ടിയിൽ വെച്ചെടുക്കാം. ബ്രൂഡ് ചേംബറിൽ നിന്ന് അടയ്ക്ക് വേണ്ടി എടുത്ത ഫ്രെയിം തിരിച്ച് ഇട്ട് കൊടുക്കുക. അവർ ഈ ഫ്രെയിമിൽ അടയുണ്ടാക്കിക്കോളും. സൂപ്പർ ചേംബർ വെച്ച് ഫ്രെയിം ഇട്ട് വെക്കുക. ഈ തേനീച്ചകൾ ബാക്കി പണിയെടുത്തോളും. അങ്ങനെ നമ്മൾ തേനീച്ചക്ക് സൂപ്പർ വെച്ചെടുത്തു. അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. അവര് നല്ലോണം പണിയെടുക്കുന്നുണ്ട്. അവര് ഇത്രയും അട പണിതു. ഇനി അവർ ആ റബ്ബർ ബാൻഡ് പൊട്ടിച്ചളഞ്ഞോളൂ. എന്തായാലും അവർ അട ഫുള്ളാക്കുന്ന മുമ്പ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.